നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് ആഗ്രഹങ്ങളോടും സ്വപ്നങ്ങളോടും ഒക്കെ കഴിയുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുമോ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധിക്കുമോ എന്നൊക്കെ തന്നെയാണ് ഇന്നത്തെ തൊടുകുറി ഫലമായിട്ട് നോക്കുവാനായിട്ട് പോകുന്നത്. അപ്രകാരം നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം ഒരു സ്വർണ്ണാഭരണത്തിൻ്റെ ചിത്രവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് ഒരു വെള്ളി ആഭരണത്തിൻ്റെ ചിത്രവുമാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയുവാനായിട്ട് കഴിയും, ധാരാളം പ്രയാസങ്ങൾക്കും പ്രതിസന്ധികൾക്കും മധ്യേ നിന്നാണ് നിങ്ങൾ ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ചിത്രത്തിന് പുറത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അധികമൊന്നും പറയുന്നില്ല. ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എപ്പോൾ സാധ്യമാകും, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അനുഗ്രഹം ലഭ്യമാവുക എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലവുമായിട്ട് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്നും നിങ്ങൾ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എപ്രകാരമാണ് എന്ന് പരിശോധിക്കുവാനായിട്ട് പോകുന്നു. ഒന്നാമത്തെ ചിത്രമായ സ്വർണ്ണാഭരണമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുകയാണ്. ജീവിതത്തിൽ വളരെയധികം നിഷ്കളങ്കരായ വ്യക്തികളാണ്. ആരോടും പരിഭവമോ ദേഷ്യമോ വഴക്കോ ഒന്നും തന്നെയില്ല. ജീവിതത്തിൽ എത്രത്തോളം ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലാണെങ്കിലും അതിനെല്ലാം സന്തോഷത്തോടെ സ്നേഹിക്കുന്ന വ്യക്തികൾ. എല്ലാവർക്കും ഒരു മാതൃകയാകുന്ന വ്യക്തികൾ തന്നെയാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളെന്ന് പറയുന്നത്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടെങ്കിലും ആരെയും പറ്റിക്കുവാനോ മറ്റുള്ളവരുടെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ തട്ടിയെടുക്കാനോ അവരെ വിഷമപ്പെടുത്താനോ ഒന്നും തന്നെ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ്. പല പ്രതിസന്ധികളും നിങ്ങളെ ദുർഘടമായ സാഹചര്യങ്ങളിലോട്ട് എത്തിക്കുമ്പോഴും ആ ഒരു ഈശ്വര ശക്തി നിങ്ങളെ അതിലേക്ക് വലിച്ചിഴയ്ക്കാത്തത്, പലപ്പോഴും നിങ്ങളെ സംരക്ഷിക്കുന്നത്, പലപ്പോഴും നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത്, അത്തരത്തിലുള്ള ഒരു വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, വലിയ രോഗപ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ചിലപ്പോൾ ചില റിപ്പോർട്ടുകൾ കിട്ടുവാനായിട്ട് കാത്തിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മറുപടികൾ ലഭ്യമായി മനസ്സ് തകർന്നിരിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. അതുമല്ലെങ്കിൽ ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അപ്പോഴും നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് മതി എന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഒരുപാട് വ്യക്തികളിൽ നിന്നാണ് തിരിച്ചടികൾ ലഭ്യമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ മാതാപിതാക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ ഒക്കെ തന്നെ ആയിരിക്കാം. ഈ തിരിച്ചടികൾ നിങ്ങളെക്കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ച ചില തിരിച്ചടികളാണ്. ഒന്നുമില്ലാത്ത വ്യക്തികൾ. പക്ഷേ എല്ലാം ഉള്ളവർ പോലും നിങ്ങളെ തരം താഴ്ത്തുന്ന ഒരവസ്ഥ, ഒന്നുമില്ലാതെ നിങ്ങളെ മാറ്റിയ ഒരവസ്ഥ, പലപ്പോഴും പലരും വേദനിപ്പിച്ചിട്ട് പോലും അതിനൊക്കെ ഒരു സങ്കടമോ ഒരു പരിഭവമോ ഒന്നും പറയാതെ ഇതാണ് എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ എന്ന് മനസ്സിൽ ഉറപ്പിച്ച വ്യക്തികളാണ്. പക്ഷേ പലപ്പോഴും അത് തടസ്സങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു സമയം പോലും അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുകൊണ്ട് പോലും ആരും നിങ്ങളെ കൂടെ നിർത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല നിമിഷങ്ങൾ കടന്നു വന്നപ്പോഴും നിങ്ങൾ ആരെയും മറന്നിട്ടില്ല, നിങ്ങൾ ആർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല. അത്രത്തോളം നല്ലൊരു മനസ്സിൻ്റെ ഉടമകളാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കടഭാരങ്ങളുണ്ട്, രോഗപ്രയാസങ്ങളുണ്ട്, ഭവനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ഇനി കടം വാങ്ങുവാനോ പ്രയാസപ്പെടുത്തുവാനോ തന്നെ ആരുമില്ലാതെ അത്രത്തോളം സാഹചര്യത്താൽ വലയുന്ന വ്യക്തികൾ. നിങ്ങളെ കുറ്റം പറയുവാനും പരിഹസിക്കുവാനും നിങ്ങളെ ആക്ഷേപിക്കുവാനും ഒക്കെ ചുറ്റുമടങ്ങുന്ന സമൂഹങ്ങൾ ഒത്തിരിയുണ്ട്. എന്നിരുന്നാലും അവരുടെ നന്മയ്ക്കായി വേണ്ടി മാത്രം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. ഒരിക്കൽ പോലും ഒരു കുത്തുവാക്കുകൊണ്ട് അവരെ നോവിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ നല്ലതിൽ അസൂയ തോന്നുകയോ ഒന്നും ചെയ്യാത്ത വ്യക്തികളാണ്.
അതുകൊണ്ട് തന്നെയാണ് ഈശ്വരൻ ഇന്നയോളം നിങ്ങളെ വഴി നടത്തുന്നതും ഇന്നയോളം നിങ്ങളുടെ പ്രയാസങ്ങളെയും കഷ്ടതകളെയും ഒക്കെ മാറ്റി വയ്ക്കുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ടെത്തിക്കുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. പല പരീക്ഷണ ഘട്ടങ്ങളും ഉണ്ടായേക്കാം, പലതരത്തിൽ നിങ്ങളുടെ ജീവിതം തകർന്നു പോയേക്കാം. എന്നിരുന്നാലും ആ വിശ്വസ്തതയും ആത്മാർത്ഥതയും നിങ്ങൾ ഒരിക്കലും മാറ്റി വയ്ക്കത്തില്ല. അത്രത്തോളം ഈശ്വരൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഈശ്വരൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. വരുന്ന ഒരു 1.5 വർഷം നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കണം. കാരണം അത്രത്തോളമുണ്ട് നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന കടഭാരങ്ങൾ. കഠിനമായി അധ്വാനിച്ചാൽ മാത്രമേ ഈശ്വരൻ നിങ്ങളെ തുണയ്ക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അധ്വാനം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആരെയും വിശ്വസിക്കാതിരിക്കുക, ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകാൻ തക്കവണ്ണം ഈശ്വരനോട് പ്രാർത്ഥിക്കുക. വേദനിപ്പിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. ഒരുപാട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വ്യക്തികളായിരിക്കാം, ഒരുപാട് തവണ പ്രയാസങ്ങൾ അനുഭവിച്ച വ്യക്തികളായിരിക്കാം. എന്നിരുന്നാലും സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇനി രണ്ടാമത്തെ ചിത്രമായ വെള്ളി ആഭരണം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഒത്തിരി പ്രതീക്ഷകളാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ഒരു നിരാശ പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. ജീവിക്കാൻ ഒട്ടും കഴിയില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കൊക്കെ വേണ്ടി നിങ്ങളുടെ പകുത്തു നൽകുന്ന വ്യക്തികളാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുവാൻ സാധ്യതയുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഒരുപാട് പരിഹാസ വാക്കുകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് അവഗണനകൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് പുച്ഛങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സ്വന്തമായി ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ ധാരാളം ഇടങ്ങളിൽ നിന്ദിതരായി നിൽക്കേണ്ട സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഇനി പ്രതീക്ഷയൊന്നും വേണ്ട, ഇനി എല്ലാം അസ്തമിക്കുവാനായിട്ട് പോവുകയാണ് എന്നൊക്കെ വിചാരിച്ച് വളരെയധികം നിരാശരാകേണ്ടി വന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നിങ്ങൾക്ക് ആശ്വാസകരമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഒരു അനുഗ്രഹം എന്നോണം, അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്നോണം പറയുകയാണ്. ഒരുപാട് നല്ല നിമിഷങ്ങളാണ്, ഒരുപാട് സന്തോഷിക്കാൻ കഴിയുന്ന സമയങ്ങളാണ്. ഒന്നുറപ്പിച്ച് പറയാം, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെ കൊണ്ടും ഇനി ഒരു പ്രയാസങ്ങൾ ഉണ്ടാകില്ല. അത്രത്തോളം നിങ്ങൾ അനുഭവിച്ചു. ഒന്നുമില്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം നിരാശരാകേണ്ടി വന്നു. നിങ്ങളെ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്. എവിടെയാണോ നിങ്ങൾ തോറ്റുപോയത് അവിടെയൊക്കെ നിങ്ങളുടെ സന്താനങ്ങൾ കാരണം നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് എത്തും. ഒത്തിരി ഭാഗ്യങ്ങളും ഒത്തിരി പ്രതീക്ഷകളോടും കൂടി നിങ്ങൾ നെയ്തെടുത്ത നിങ്ങളുടെ സന്താനങ്ങൾ നിങ്ങളെ പലയിടങ്ങളിലും അനുഗ്രഹിക്കും. അല്ലെങ്കിൽ പലയിടങ്ങളിലും നിങ്ങളുടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുവാനുള്ളൊരു യോഗം നിങ്ങൾ വഴി അവരിലേക്ക് എത്തുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും വളരെയധികം അനുഗ്രഹമുണ്ടാകും. ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാം. ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശയും വേണ്ട. ജീവിതത്തിൽ അത്രത്തോളം അനുഗ്രഹങ്ങൾ കടന്നു വരിക തന്നെ ചെയ്യും. വരുന്ന കുറച്ച് ദിവസത്തിനകം നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റമുണ്ടാകും, ഒരുപാട് സന്തോഷ നിമിഷങ്ങളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.